എല്ലാവർക്കും എൻ്റെ എളിയ നമസ്കാരം. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് മാന്ധാതാവിൻ്റെ പുത്രനും അംബരീഷൻ്റെ അനുജനുമായ മുചുകുന്ദന് മോക്ഷം കിട്ടിയത് എങ്ങനെയെന്നാണ്. പക്ഷെ മോക്ഷം കിട്ടിയത് എങ്ങനെ എന്നുള്ളത് വരെ നമ്മൾ പറഞ്ഞു. മോക്ഷം കിട്ടിയത് പറഞ്ഞില്ല. ഇപ്പോൾ അത് പറയണം. ഒരു മിനിറ്റേ ഉള്ളൂ, ഒരു സെക്കൻഡേ ഉള്ളൂ. മുചുകുന്ദൻ കണ്ണു തുറന്ന് യമനനെ ശാംബനാക്കി. അതിന് ശേഷം അദ്ദേഹം 4 ഭാഗത്തും നോക്കിയ സമയത്ത് സാക്ഷാൽ കൃഷ്ണഭഗവാൻ പീതാംബരധരനായി കാതിൽ കുണ്ടലവും കഴുത്തിൽ മണിമാലയും ഇങ്ങനെ ഉള്ള സർവാലങ്കരഭൂഷണായി നിൽക്കുന്ന കൃഷ്ണനെയാണ് അദ്ദേഹം കണ്ടത്. ഉടനെ അദ്ദേഹം തൊഴുതുകൊണ്ട് നമസ്കരിച്ചു. സമയത്ത് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, മുചുകുന്ദ, സംശയിക്കേണ്ട. അങ്ങ് ആരെ ആഗ്രഹിച്ച് പൂജിക്കുന്നു, ആരുടെ ഭക്തനാണോ അയാൾ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് യാതൊരു സംശയവും ഉണ്ടാകും. കഴിഞ്ഞ ജന്മത്തിലും ഞാൻ അങ്ങേക്ക് ദർശനം തരണമെന്ന് വന്നിരുന്നു, ശ്രീരാമരൂപത്തിൽ വന്നിരുന്നു. പക്ഷേ അന്നും താങ്കൾ ധ്യാനത്തിലായിരുന്നു, അതായത് കിടന്നുറങ്ങുകയായിരുന്നു, ഉറക്കത്തിലായിരുന്നു ത്രേതായുഗത്തിൽ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നും വന്നു. ഇത് ദ്വാരകയുഗമാണ്. ദ്വാരകയുഗത്തിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, അങ്ങയെ കണ്ടിരിക്കുന്നു. ത്രേതായുഗത്തിൽ ഞാൻ വന്ന സമയത്ത് അങ്ങേ ഉറങ്ങുകയാണെങ്കിലും അങ്ങയെ എനിക്ക് വിളിക്കാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് ചോദിച്ചാൽ, അങ്ങയ്ക്ക് ഇങ്ങനെ ഒരു വരബലം ഉണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. ഇതാ ദ്വാരകയുഗമായി. അതുകൊണ്ട് അങ്ങയുടെ വരബലം ഭരിച്ചു കഴിഞ്ഞു. അങ്ങയുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നു. അങ്ങയുടെ എല്ലാ ഭക്തിയും ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ ഏറ്റവും വലിയ ഭക്തനാണ് അദ്ദേഹം, താങ്കൾ. അതുകൊണ്ട് ഞാൻ അങ്ങയെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ്, ഇനി താങ്കൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ശബരി ആശ്രമത്തിൽ പോയി ധ്യാനിച്ചുകൊണ്ടിരിക്കുക, എന്നെ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാനവിടെ പ്രത്യക്ഷനാകും. അങ്ങ് എന്നെ ലയിക്കും സമയമായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് പോയി. ഇവിടെ ഒരു സംശയം ആർക്കെങ്കിലും ഉണ്ടാകണമെന്നില്ല, ഉണ്ടാകാം. അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു കാര്യം എടുത്തു ആഗ്രഹിക്കുന്നത്. ഈ മുചുകുന്ദൻ കണ്ണു തുറന്ന് അയാളെ ഭസ്മമാക്കി. അതുപോലെ തന്നെ ശ്രീകൃഷ്ണനെ കണ്ട സമയത്ത് കൃഷ്ണഭഗവാൻ ശാംബലായില്ല. എന്തുകൊണ്ട് എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിനാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് കിട്ടിയ വരബലം എന്തായിരുന്നു? താങ്കൾ നിദ്രയിലാകുന്ന സമയത്ത് ആരെങ്കിലും വന്ന് ഉണർത്തിയാൽ ആരെ ആദ്യം കാണുന്നുവോ അവൻ ചാമ്പലായിത്തീരും എന്നാണ്. അപ്പോൾ മുചുകുന്ദനെ യവനെ ഉണർത്തി. യവനെ മുചുകുന്ദൻ നോക്കി, അദ്ദേഹം ചാമ്പലായി, അല്ലേ? അപ്പോൾ ആദ്യമായി കണ്ടത് ആരെയാണ്? മുചുകുന്ദനെയാണ്. ചാമ്പലായി യവനെയാണ്. അപ്പോൾ മുചുകുന്ദൻ യവനെ കണ്ട സമയം യവൻ ചാമ്പലായി. രണ്ടാമതാണ് ശ്രീകൃഷ്ണനെ കാണുന്നത്. അപ്പോൾ ആ വരബലം അവിടെ പോയി കഴിഞ്ഞു. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ രക്ഷപ്പെട്ടത്. രണ്ടാമതായി കാണുന്നത് ഒന്ന്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞതാണ്, നിന്നെ ആര് ഉണർത്തുന്നുവോ, നിദ്രയിൽ നിന്ന് നിന്നെ ആര് ഉണർത്തുന്നുവോ അവനെ നോക്കിയാൽ ചാമ്പലാവും എന്നാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ നിദ്രയിൽ നിന്ന് ഉണർത്തിയിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം ഉണർന്ന ശേഷമാണ് ദർശനം കൊടുക്കുന്നത്. അതുകൊണ്ടും ആയില്ല ചാമ്പല. അപ്പോൾ ആ സംശയം പൂർണ്ണമായി തീർന്നിരിക്കുമെന്ന് ഈശ്വര കൃപയാൽ ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം, ജരാസന്ധൻ്റെ കഥയ്ക്ക് പോവാം. ഈ ജരാസന്ധൻ ആരാണ്? അതുകൂടി നമുക്ക് മനസ്സിലാകണമല്ലോ. അന്ന് മഗധരാജ്യം ഭരിച്ചിരുന്ന ബൃഹദ്ദത്തൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. മഗധ രാജ്യം ഭരിച്ചിരുന്നു.
അദ്ദേഹത്തിന് 2 പത്നിമാരാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഭയങ്കര ശക്തിമാനാണെങ്കിലും അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു ഒരു കുറ. എന്താണ്? പുത്രദുഃഖം. എന്ന് വെച്ചാൽ സന്താനമില്ലാത്തന്. താൻ മരിച്ചുപോയാൽ ആ രാജ്യം ഭരിക്കാൻ ഒരു സന്താനം വേണമല്ലോ. ആ സന്താനം അദ്ദേഹത്തിൻ്റെ ഇല്ലായിരുന്നു. പല സൽക്കർമ്മങ്ങളും ചെയ്തു നോക്കി, പല യാഗങ്ങളും ചെയ്തു നോക്കി, ഫലമുണ്ടായില്ല. ഒടുവിൽ ചണ്ഡകൗശികി എന്ന ഒരു ഋഷി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കരമായ ഋഷിയാണ്. അദ്ദേഹത്തെ കണ്ട് വണങ്ങി അദ്ദേഹം തൻ്റെ കുറകൾ പറഞ്ഞു കൊടുത്തു. ഈശ്വരാനുഗ്രഹത്താൽ എനിക്ക് എല്ലാം ഉണ്ടെങ്കിലും എനിക്ക് പുത്രനില്ല, അല്ലെങ്കിൽ സന്താനമില്ല. അതുകൊണ്ട് എനിക്ക് സന്താനഭാഗ്യം ഉണ്ടാവാൻ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഈ ചണ്ഡകൗശികൻ എന്ത് ചെയ്തു വെച്ചാൽ തൻ്റെ ധ്യാനത്തിലൂടെ ഒരു മാമ്പഴം എടുത്തു. എന്നിട്ട് ഇദ്ദേഹത്തിന് കൊടുത്തു പറഞ്ഞു, ഈ മാമ്പഴം നിൻ്റെ പത്നിക്ക് കൊടുക്കുക, ഭക്ഷിക്കാൻ കൊടുക്കുക. അവർ ഭക്ഷിച്ചാൽ ഒരു സന്താനം നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞു. രാജാവിന് വലിയ സന്തോഷമായി. അദ്ദേഹം ബൃഹദത്തൻ രാജാവിന് സന്തോഷമായി. അദ്ദേഹം ഉടനെ അരൺമനയിൽ പോയി തൻ്റെ പത്നിമാരെ വിളിച്ച്, 2 പത്നിമാരാണ് കേട്ടോ അദ്ദേഹത്തിന്, അവർക്ക് കൊടുത്തു. അവർക്ക് കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹം 2 പേരാണല്ലോ. അതുകൊണ്ട് ഈ മാമ്പഴത്തിനെ 2 കഷ്ണമാക്കി പകുതി ഇവർക്കും പകുതി അവർക്കും കൊടുത്തു. 2 പേരും പ്രസവിച്ച സമയത്ത് എന്താ വെച്ചാൽ ഒരു മനുഷ്യനെ 2ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അതായത് നേര് പാളിയായി ഒരു സ്ത്രീക്കും ഒരു ഭാര്യയ്ക്കും, മറ്റേ പാളിയായി മറ്റേ പാളിക്കും. ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഈ കുട്ടിയെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ഇദ്ദേഹം എന്ത് ചെയ്ത് വനത്തിൽ വലിച്ചെറിഞ്ഞു 2നെയും. അങ്ങനെ ഇരിക്കുന്നത് ജര എന്നൊരു രാക്ഷസന്മാർക്ക് മാംസമാണല്ലോ പ്രാധാന്യം. ഇതിന് തിന്നാൻ വേണ്ടി വന്ന് നോക്കുന്ന സമയത്ത് 2 ജഡങ്ങൾ, പകുതിയായ ജഡങ്ങൾ 2 വശത്ത് കിടക്കുന്നു. ഇവരെന്ത് ചെയ്തു വെച്ചാൽ ഈ 2 ഭക്ഷിക്കാമെന്ന് വിചാരിച്ച് ഈ 2നെയും എടുത്ത് കൂട്ടിച്ചേർത്ത സമയത്ത് എന്ത് ചെയ്യുന്നു? അതിന് ജീവൻ വന്നു. ശക്തി പോകേണ്ട ജീവൻ വന്നു. ഉടനെ ഇവരെന്ത് ചെയ്തു വെച്ചാൽ അതിനെ ഉപേക്ഷിച്ച് പേടിച്ച് പോയി. ബൃഹദത്തൻ വന്ന് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കുട്ടിയെ കാണണം. ഉടനെ അതിനെ എടുത്തു വളർത്തു. അതാണ് ജരാസന്ധൻ. ജരയാൽ ഉണ്ടാക്കിയപ്പെട്ട സന്താനം എന്നും പറയും. സന്ധിച്ചു, ജരയാൽ സന്ധിക്കപ്പെട്ടവൻ എന്നും പറയാം. എങ്ങനെ വേണമെങ്കിൽ പറയാം. അതാണ് ജരാസന്ധൻ്റെ ഉത്ഭവ രഹസ്യം. അയ്യോ, ഇനി ജരാസന്ധൻ്റെ 2 പത്നിമാരാണ് കംസന്. ജരാസന്ധൻ്റെ 2 പുത്രിമാരാണ്, പത്നിമാരല്ല കേട്ടോ, അറിയാതെ പറഞ്ഞാണ്. 2 പുത്രിമാരാണ് കംസൻ്റെ ഇത്. അപ്പോൾ കംസനെ വധിച്ച സമയത്ത് ജരാസന്ധന് ഭയങ്കര ദേഷ്യം വന്നു. അതായത് മരുമൻ, പുത്രന്മാരുടെ ഭർത്താവ് മരുമനെ കൊന്നവനെ ഇവനെ വിടാൻ പാടില്ല, ഈ കൃഷ്ണനെ എങ്ങനെയും വധിച്ചേ തീരൂ എന്ന് അന്നു മുതൽക്ക് സത്യപ്രതിജ്ഞ ചെയ്താണ്. അതുകൊണ്ട് അദ്ദേഹം 17 പ്രാവശ്യം ദ്വാരകയെ ആക്രമിച്ചു. പക്ഷെ ഫലമുണ്ടായില്ല, എല്ലാത്തിലും പരാജയപ്പെട്ടു. അദ്ദേഹത്തിനെ കൊല്ലാൻ ഒരു പ്രാവശ്യം ബലഭദ്രസ്വാമി തയ്യാറായ സമയത്ത് ശ്രീകൃഷ്ണൻ അവിടെ മുടക്കി. അരുത്, എന്തുകൊണ്ടെന്നാൽ ഇവൻ്റെ മരണം ഭീമൻ്റെ കയ്യാലാണ് എന്ന് പറഞ്ഞ് അതങ്ങനെ കഴിയും. ഇനി അദ്ദേഹം പുറപ്പെട്ടിരിക്കുന്ന സമയം ഇവിടെ എന്ത് ചോദിച്ചാൽ ധർമ്മപുത്രർ രാജസൂയം കഴിക്കണം എന്ന് വിചാരിച്ചു. നാരദ മുനിയോടും മറ്റെല്ലാവരോടും ചോദിച്ച സമയത്ത് രാജസൂയം ഇന്ദ്രപ്രസ്ഥത്തിൽ കഴിക്കണം. ഇന്ദ്രപ്രസ്ഥമാണ് അവരുടെ രാജധാനി. അപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിൽ രാജസൂയം കഴിക്കണം. ഈ രാജസൂയം പറഞ്ഞാൽ രാജാക്കന്മാരിൽ രാജാവ് എന്നർത്ഥം ചുരുക്കത്തിൽ. ഞാൻ അടുത്തതിൽ പറഞ്ഞു തരാം, വിസ്തരിച്ച് പറയാം അതിനെപ്പറ്റി.
ഇപ്പോൾ പറയുന്നില്ല, നിങ്ങളുടെ സമയം കാരണം നമ്മളുടെ കഥ കഴിയില്ല, അതുകൊണ്ട് പറയാം. രാജസൂയം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ രാജസൂയത്തിന് വേണ്ടി എല്ലാ രാജാക്കന്മാരെയും ക്ഷണിച്ചു വരുത്തുക പതിവാണ്. അതിനെ ഓരോ ഭാഗത്തേക്കും ഓരോ ആൾക്കാരെ അയച്ചു, പലരെയും അയച്ചു. അയക്കുന്നതിന് മുമ്പ് ഈ അഭിപ്രായം ചോദിക്കാൻ ദ്വാരകയിൽ പോയി. ദ്വാരകയിൽ പോയ സമയത്ത് കൃഷ്ണനെ ക്ഷണിക്കാൻ പോയ സമയത്ത് കൃഷ്ണൻ പറഞ്ഞു, ഓ ശരി, വരാം, തീർച്ചയായും വരാം എന്ന് പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാൻ, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഉദ്ധവരോട് ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. കാരണം സത്യസന്ധനാണ് ഉദ്ധവൻ, ബുദ്ധിമാനാണ്, ഭക്തനാണ്, അങ്ങനെ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരുത്തനാണ് ഉദ്ധവൻ. തന്നെക്കാളും വലിയ പ്രായമുള്ള ആൾ. അപ്പോൾ ഉദ്ധവരോട് അഭിപ്രായം ചോദിച്ചു, ഉദ്ധവരെ ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, എന്താ ചെയ്യുക? ജരാസന്ധൻ. അപ്പോൾ ഉദ്ധവർ പറഞ്ഞു, ജരാസന്ധൻ അറിഞ്ഞ അവസ്ഥയ്ക്ക് അദ്ദേഹം നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ദ്വാരകയിൽ വരുന്നതിന് പകരം ഇവിടെ വരും, ആക്രമിക്കാൻ വരും, തീർച്ചയാണ്. അതുകൊണ്ട് അപ്പോൾ രാജസൂയം മുടങ്ങും, അത് പാടില്ല, ജരാസന്ധനെ വധിക്കുമാണ്. ഈ രണ്ട് സംഭവങ്ങളും കോയിൻസൈഡ് ചെയ്തുകൊണ്ട് വരികയാണ് കേട്ടോ, ഒരേ സന്ദർഭത്തിൽ നടക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഇന്ദ്രപ്രസ്ഥം ആക്രമിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയൊരു യുദ്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അനേക ആളുകൾ ചാവും, പലതും. ഇതിനെല്ലാം പുറമെ അദ്ദേഹം ഉദ്ദേശിച്ച കാര്യവും നടക്കില്ല. എന്താ, നമ്മളുടെ എല്ലാം കോൺസെൻട്രേഷൻ ജരാസന്ധനിലെ ആയിരിക്കും. അപ്പോൾ ഈ രാജസൂയം മുടങ്ങും. രാജസൂയം മുടങ്ങാനും പാടില്ല, ഇദ്ദേഹത്തെ കൊല്ലാനും വേണം. അതിനെന്താ വഴി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആദ്യത്തെ വഴി, ആദ്യം നമ്മൾ ജരാസന്ധനെ വധിക്കുക, അതിനുശേഷം രാജസൂയത്തിന് പോവുക, അതാണ് ശരി. അപ്പോൾ കൃഷ്ണന് തോന്നി, ആ ശരിയാണ്, അദ്ദേഹം പറയുന്നത് ബുദ്ധിമാനാണല്ലോ, അദ്ദേഹം പറയുന്നത് ശരിയാണ് എന്ന് വിചാരിച്ചു. ശരി, ഇനി അവിടെ യുദ്ധമുറകളിൽ പോയി കഴിഞ്ഞാൽ അനേകകാലം നീണ്ടു നിൽക്കും യുദ്ധം. അതുകൊണ്ട് അതിന് മറ്റൊരു മാർഗം കാണണം നമ്മൾ. എന്താ ചോദിച്ചാൽ, ഭീമനും ശ്രീകൃഷ്ണനും അർജുനനും കൂടി ബ്രാഹ്മണ വേഷമെടുത്ത് അവിടെ പോയി ആദ്യം അവിടുത്തെ സ്ഥിതിഗതികൾ എന്താണ്, അയാളുടെ മനസ്സിൽ എന്താണ് എന്നറിയാം എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോവാം എന്ന് ഇത് ഉദ്ധവർ തന്നെ ഉപദേശിച്ചാണ് കേട്ടോ. മഗധ രാജ്യത്തിലേക്ക് പോയി. മഗധമാണ് അദ്ദേഹത്തിൻ്റെ, അതായത് ജരാസന്ധൻ്റെ രാജ്യം, മഗധ. മഗധയിലേക്ക് പോയിട്ട് മഗധ രാജ്യത്ത് പോയി. അവിടെ പോയി ബ്രാഹ്മണ വേഷത്തിലാണ് പോയിരിക്കുന്നത്. അവിടെ പോയി ജരാസന്ധനെ കണ്ടു. ജരാസന്ധൻ വളരെ നല്ല രീതിയിൽ അവരെ എല്ലാം സ്വീകരിച്ചു. അതിന് ശേഷം ചോദിച്ചു, ഹേ ബ്രാഹ്മണരെ, നിങ്ങളിവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾക്ക് എന്താണ് ആവശ്യം? ജരാസന്ധൻ ബ്രാഹ്മണർക്ക് എന്തും നൽകും. വളരെ ദാനവാനാണ് കേട്ടോ. എത്രയൊക്കെ ആണെങ്കിൽ ദുഷ്ടനാണെങ്കിൽ കൂടിയും അദ്ദേഹത്തോട് ചോദിച്ചാൽ എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന ഒരു സ്വഭാവം കൂടി ഉള്ള ഒരു രാക്ഷസനാണ്. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും വേണ്ട, നിങ്ങളെ കാണാൻ വന്നു എങ്കിലും എന്ന് പറഞ്ഞു. അയ്യോ സംശയിക്കണ്ട, ചോദിച്ചോളൂ, നിങ്ങൾക്ക് ധനം വേണോ, പശുക്കൾ വേണോ, മറ്റേതെങ്കിലും വേണോ, ഞാൻ തരാൻ തയ്യാറാണ്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഞങ്ങൾക്ക് അതൊന്നും ആവശ്യമില്ല, നിങ്ങൾ ചോദിച്ച അവസ്ഥയ്ക്ക് ഞങ്ങൾ പറയാം. എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിൽ ആരെങ്കിലും ഒരാളോട് ദ്വന്ദ്വയുദ്ധം ചെയ്യണം. ദ്വന്ദ്വയുദ്ധം എന്ന് വെച്ചാൽ എന്താ, അമ്പും വില്ലും അസ്ത്രങ്ങളും ഗതിയും ഉപയോഗിച്ചിട്ടുള്ളതല്ല, കൈകളും മുഷ്ടിയുദ്ധമാണ് ദ്വന്ദ്വയുദ്ധം. അതിന് തയ്യാറാണ്. ഇത് കേട്ടപ്പോൾ അവർ പൊട്ടിച്ചിരിച്ചു. എന്താണ്, മൂന്നും ബാലന്മാരാണ്, എന്നാൽ ബാലന്മാരുമല്ല, യൗവനപ്രായത്തിൽ. ഇതാണോ കാര്യം? അപ്പോൾ അദ്ദേഹം സംശയിച്ചു, ഇത്രയും ചെറുപ്പക്കാരായ ഒരു ആൾക്കാരെ എന്നെയും ഇത്രയും ശക്തിയുള്ള ആരാണെങ്കിൽ വിളിക്കണമെങ്കിൽ അവർ ചില്ലറക്കാരായിരിക്കില്ല, ഏതായാലും അന്വേഷിക്കാം പറഞ്ഞു. അപ്പോൾ അന്വേഷിക്കുന്നതിന് മുമ്പ് ഇവർ പറഞ്ഞു, നിങ്ങളതിന് സത്യം ചെയ്ത് തരണം എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം സത്യം ചെയ്ത് കൊടുത്തു. നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ
ഞാൻ ദ്വന്ദ്വയുദ്ധത്തിന് സ്വീകരിക്കാം. അപ്പോൾ ഇവർ പറഞ്ഞു, നിങ്ങൾ തന്നെ, താങ്കൾ തന്നെ ആരെ വേണമെന്ന് നിശ്ചയിച്ച് എടുക്കാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സത്യം ചെയ്ത് കൊടുത്ത ശേഷം അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഇനി സത്യം പറയുക. അപ്പോൾ അവർ പറഞ്ഞു, ഇത് ഞാൻ കൃഷ്ണനാണ്, ഇത് അർജുനനാണ്, ഇത് ഭീമനാണ്. ഇത് മൂന്നും കേട്ടപ്പോൾ അയാൾ പൊട്ടിച്ചിരിച്ചു. വിചാരിച്ചു, ഏതായാലും നമ്മൾ വിചാരിച്ച ആളെത്തി, ഇനി ഏതായാലും ഇവരെ തിരഞ്ഞെടുക്കാം. കൃഷ്ണനെ നോക്കിയ സമയത്ത് അതൊരു ബാലൻ, അത്ര സുഖമില്ല. അർജുനെ നോക്കി, അയാളും പറ്റില്ല, നമുക്ക് യോജിച്ച ആളാണ്, കാരണം ഇയാൾ നല്ല ശക്തിയുള്ളവരാണ്. നോക്കിയ സമയത്ത് ഏകദേശം ഭീമൻ ഒത്തുവരും. അപ്പോൾ ശരി, ഭീമനെ ഇവൻ്റെ കഥ കഴിച്ചിട്ട് ബാക്കിയുള്ളവരെ ചെയ്യാം എന്ന ധാരണയിൽ ഭീമൻ എനിക്ക് മതി എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ദ്വന്ദ്വയുദ്ധം നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണരഹസ്യം ഭീമനോ അർജുനോ അറിയില്ല, കൃഷ്ണഭഗവാന് മാത്രമേ അറിയുള്ളൂ. ദ്വന്ദ്വയുദ്ധം ഗംഭീരമായി നടക്കുകയാണ്. ഭീമൻ പരാജയപ്പെട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട സമയത്ത് കൃഷ്ണൻ അർജുനനോട് രഹസ്യമായി പറഞ്ഞു, ഇദ്ദേഹത്തെ അങ്ങനെ കൊല്ലാൻ പറ്റില്ല. 2 കാലുകളും പിടിച്ച് വലിച്ച് തലകീഴായി 2 ഭാഗത്തേക്കും എറിഞ്ഞാൽ മാത്രമേ അയാൾ മരിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഒരു ഇല, മറ്റേ ഇതിലൊക്കെ പറയുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ കാട്ടിക്കൊടുത്തു എന്നാണ്. യഥാർത്ഥത്തിൽ കൃഷ്ണ ഭഗവാനല്ല കാട്ടുന്നത്, അർജുനാണ്. പലരും പലവിധം വിധിക്കും, പക്ഷെ നമുക്ക് കാര്യത്തോടെ അടുക്കണം. ഭഗവാൻ കൃഷ്ണനോട് ഉപദേശിച്ചു, കൃഷ്ണൻ അർജുനനും പറഞ്ഞു കൊടുത്തു. അതനുസരിച്ച് അർജുനൻ ഒരു ഇലയെടുത്ത് ഇങ്ങനെ ചീന്തി, ഭീമൻ കാണത്തക്ക വിധം ചീന്തി, ഇങ്ങോട്ടും ഇങ്ങോട്ടും 2 ഭാഗത്തേക്ക് എറിഞ്ഞു. 2 ഭാഗത്തേക്ക് പ്രത്യേകം പറയാം, ചീന്തി അങ്ങനെ ഇട്ടല്ല, ഒന്ന് ഈ ഭാഗത്തേക്കും ഒന്ന് ഇടതുവശത്തും ഒന്ന് വലതുവശത്തേക്കുമായി എറിഞ്ഞു. ഭീമൻ ഏകദേശം മനസ്സിലായി ഇതാണ് കാര്യം. അങ്ങനെ ഭീമൻ എന്ത് ചെയ്തു വെച്ചാൽ, ഉടനെ ജരാസന്ധനെ എങ്ങനെയോ പിടിച്ച് 2 കാലും പിടിച്ച് വലിച്ച് ശരീരത്തിനെ 2ആക്കി, ഒന്ന് വലതുവശത്തേക്കും തലതിരിച്ചെറിയണം. തലതിരിച്ചെറിഞ്ഞില്ലെങ്കിൽ തല 2 വശത്തും ഒരു ഭാഗമാണെങ്കിൽ വീണ്ടും അത് വന്ന് ചേർന്നു. അപ്പം തലകീഴായി ഒരു വശത്തും തലകീഴായി ഇടതുവശത്തേക്കും വലിച്ചെറിഞ്ഞു. അങ്ങനെ ജരാസന്ധൻ മരണപ്പെട്ടു. ജരാസന്ധൻ്റെ മരണകഥ അതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർവ്വകഥയും നിങ്ങൾക്കറിയാം. മരണകഥയും ഏറ്റവും ചുരുക്കത്തിലാണ് ഞാൻ പറഞ്ഞത്, കാരണം ഇത് സപ്താഹവേദി അല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വളരെ ചുരുക്കത്തിൽ ആ കഥാസാരം മനസ്സിലാകണം നമുക്ക്. വെറുതെ സപ്താഹത്തിലിരുന്ന് അവർ ഈ ശ്ലോകങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടു പോകും. സമയപരിധി കൊണ്ട് 7 ദിവസം കൊണ്ട് കഴിക്കേണ്ടതല്ലേ. അതുകൊണ്ട് ചില കഥകൾ വിട്ടുപോയി എന്ന് വരും, ചില കഥകൾ പറയും, ചില കഥകൾ വിസ്തരിക്കില്ല, ചില കഥകൾ വിസ്തരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കഥ, അദ്ദേഹത്തിൻ്റെ പൂർവ്വകഥ പറഞ്ഞത്. എന്നോട് ഒരാൾ പറയുണ്ടായി, ഞാൻ സപ്താഹം അറ്റൻഡ് ചെയ്തു, അവിടെ ജരാസന്ധൻ്റെ കഥ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പൂർവ്വകഥയോ ഇതൊന്നും പറഞ്ഞില്ല, ജരാസന്ധനെ ഭീമൻ കൊന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് അദ്ദേഹത്തിന് കൂടി വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇനി നമുക്ക് രാജസൂയത്തിലേക്ക് കിടക്കാം. രാജസൂയത്തിനെ പറ്റി ഞാൻ കുറച്ച് വർണ്ണിക്കാം അടുത്തതിൽ. അതിനുശേഷം രാജസൂയം എന്തുണ്ടായി സംഭവിച്ചു എന്ന് അടുത്തതിൽ പറയാം. ശ്രദ്ധാപൂർവം കേട്ടതിന് വളരെ നന്ദി. എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമസ്കാരം. നന്ദി. കേട്ടിരുന്നതിന് വളരെ വളരെ നന്ദി. നമസ്കാരം.